ഹായ്, ഇത് വേദാന്ത എന്ന് പറയുന്ന സ്റ്റോക്കാണ്. ഇതിൽ ഒരു ലോങ് ടേം അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേം സ്വിംഗ് ട്രേഡിന് പറ്റിയ ഓപ്പർച്യൂണിറ്റീസ് ആണ് നോക്കുന്നത്. അതിലിപ്പോൾ മന്ത്ലി ടൈം ഫ്രെയിമിൽ നോക്കുന്നതാണെങ്കിൽ ഏകദേശം സ്റ്റോക്ക് നല്ലൊരു ഡിസ്കൗണ്ട് പ്രൈസ്, അതായത് ഏകദേശം 56 മുതൽ ഏകദേശം 92 ഈ ഒരു പ്രൈസിനിടയിൽ വെച്ചിട്ട് 3 തവണ ഇവിടെ വന്നിട്ടാണ് മാർക്കറ്റ് അപ്സൈഡിലോട്ട് ഒരു റാലി വന്നിട്ടുള്ളത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മുന്നേ ക്രിയേറ്റ് ചെയ്ത ഓൾ ടൈം ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് അടുത്തൊരു പുതിയൊരു സ്വിംഗ് ഹൈ അല്ലെങ്കിൽ ഒരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് മന്ത്ലി ടൈം ഫ്രെയിമിലെ ചാർട്ടാണ്. അതിന് തൊട്ട് താഴെ നോക്കുന്നതാണെങ്കിൽ ഇവിടെ ഇപ്പോൾ ഒരു സ്ട്രക്ചർ പോകുന്നത്, ഇവിടെ ഓൾറെഡി ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട് ഈ ലാസ്റ്റിലത്തെ ഹൈ കട്ട് ചെയ്തുകൊണ്ട്. പിന്നെ ഒരു അടുത്തൊരു ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തു, അടുത്ത ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ, അതുപോലെ വലിയ ടൈം ഫ്രെയിമിലുള്ള ബ്രേക്ക് ഔട്ട് സ്ട്രക്ചർ വന്നു. ഇനി ഏറ്റവും നല്ലൊരു ഡിമാൻഡ് ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു പ്രൈസ് ലെവലാണ്, ഏകദേശം 288 മുതൽ 246. ഇതാണ് ഏറ്റവും നല്ല ഡിമാൻഡ് ഏരിയ. എന്ന് കരുതി മാർക്കറ്റിന് അപ്സൈഡിലോട്ട് മൂവ്മെൻറ്റ് വരുന്നതിന് മുന്നേ തീർച്ചയായും ഇവിടെ വരുന്നല്ല, ഇവിടെ വന്നിട്ട് ട്രേഡ് എടുക്കുന്നതാണെങ്കിൽ ഒരു ഷോർട്ട് ടേം അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിനുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റിയാണ്. ഇനിയല്ല ഇവിടുന്ന് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്യൂച്ചറിലോട്ട് ഒരു ഹോൾഡിങ് ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഒരു റിട്ടേൺ കിട്ടാൻ സാധ്യതയുള്ള സ്റ്റോക്കാണ്. കാരണം ഏകദേശം ഒരു 10 വർഷത്തോളം കൺസോൾഡേറ്റ് ചെയ്തിട്ടാണ് ഈ ബ്രേക്ക് ഔട്ട് നടന്നിട്ടുള്ളത്. ഞാനൊരു ഷോർട്ട് ടേം സ്വിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രൈസ് ഏരിയയിൽ വന്നിട്ടായിരിക്കും ആ ട്രേഡ് പിക്ക് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ